ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണക്കച്ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുക്കുക. അത് തലയും വാലും നുള്ളിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും പൊടികളോ അഴുക്കുകളോ ഉണ്ടോ നോക്കുക. അതിനുശേഷം ചീൻചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് കത്തിച്ച് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഉണക്കച്ചെമ്മീൻ ഇടുക. ഉണക്കച്ചെമ്മീനും ചൂടായി നല്ലവണ്ണം ഇളക്കി ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉപ്പും കൂടി ചേർക്കുക. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക. ഉപ്പ് ആ ചെമ്മീത്തിന് പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കുക. എന്നിട്ട് 2 അല്ലി കറിവേപ്പില അതിൽ ചേർക്കുക. കറിവേപ്പിലയും ഇതേപോലെ നല്ലവണ്ണം ഇളക്കി എടുത്ത് കറിവേപ്പില മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കുക. ശേഷം ഗ്യാസ് ഓഫാക്കി വെക്കുക. എന്നിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുക. മുളക് പൊടി ചേർത്ത് കഴിയുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫാക്കാൻ പറയുന്നത് മുളക് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മുളക് പൊടി നല്ലവണ്ണം ആ ചെമ്മീത്തിലിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക. ഒരു നല്ലൊരു നനവില്ലാത്ത പാത്രം എടുത്ത് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഫ്രൈ മാറ്റി വെക്കുക. എന്നിട്ടൊരു പ്ലേറ്റിൽ കുറച്ച് ചോറും ഉണക്കച്ചെമ്മീൻ ഫ്രൈയും, ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് തക്കാളിക്കറിയാണ്, ആ തക്കാളിക്കറിയും കൂട്ടി നല്ല ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാൻ കഴിയും.